ചാരിറ്റി ആലപ്പുഴ ഓണാഘോഷം സംഘടിപ്പിച്ചു. കായംകുളം താലൂക്ക് ആശുപത്രിയിലാണ് ആഘോഷം നടത്തിയത്. ടീം ചാരിറ്റി ആലപ്പുഴയുടെ നേതൃത്വത്തിലാണ് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. കായംകുളം നഗരസഭാ ചെയർമാൻ ശരത് ലാൽ ബെല്ലാരി ഉദ്ഘാടനം ചെയ്തു. അന്ന് തൊട്ട് ഇന്ന് വരെയും അവർ ചെയ്യുന്ന പ്രവൃത്തി അവർ വേറെ ഒന്നും ആഗ്രഹിച്ചല്ല ഇത് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു അനുഗ്രഹം ആ ടീം ആലപ്പുഴയ്ക്ക്, ചാരിറ്റി ആലപ്പുഴയ്ക്ക് എന്നും ഉണ്ടാവും. തീർച്ചയായിട്ടും ഞാൻ കഴിഞ്ഞ ദിവസം അവരോട് സംസാരിച്ചപ്പോൾ ശനിയാഴ്ച ദിവസങ്ങളിൽ 800ഓളം പേർക്ക് ഫുഡ് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പം ഞാനപ്പം മനസ്സിലാലോചിച്ചാണ് അടുത്ത ശനിയാഴ്ച എൻ്റെ വക ഞാനൊരു 4500 രൂപ കൊടുത്ത് ഒരു ചാരിറ്റിയുടെ അംഗമാകാം, ഒരു ഭാഗമാകാം എന്ന് ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകൾ, എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. ഔദ്യോഗികമായി ഈ ടീം ചാരിറ്റിയുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് അറിയിക്കുന്നു. ഷീത ബഷീർ സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് ആറ്റക്കുഞ്ഞ് അധ്യക്ഷത വഹിച്ചു. ഏത് പരിപാടികളുണ്ടെങ്കിലും ഏത് വിശേഷങ്ങളുണ്ടെങ്കിലും എല്ലാം അതുപോലെ ആശാ വർക്കേഴ്സ് ഉണ്ട് ഇതിനകത്ത്, കാര്യം കുടുംബശ്രീക്കാരുണ്ട്, കാര്യം ഇതിനകത്ത് ബന്ധപ്പെടാത്തവരാരുമില്ല. കാര്യം അങ്ങനെയുള്ള ചാരിറ്റിയാണ് ഇവർ നടത്തുന്നത്. കാരണം അവർ പലരെയും കണ്ട് അവരുടെ കയ്യിൽ നിന്ന് എടുത്ത് അത് മുഴുക്കാതെ വരുമ്പോൾ പലരെയും കണ്ട് കിട്ടുന്ന സംഭാവനകൾ കൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. തീർച്ചയായിട്ടും അവർക്ക് അതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തമ്പുരാൻ നൽകുമാറാകട്ടെ. കാരണം നമുക്കറിയാം ഈ വരും കാലങ്ങളിൽ ഒരുപാട് കഷ്ടത അനുഭവിക്കുന്നവരുണ്ട്. നമ്മുടെ വീടുകളിലുമുണ്ട്, നമ്മുടെ പരിസരത്തുമുണ്ട്, നമ്മുടെ നാട്ടിലുമുണ്ട്. ദിവസേന കായംകുളം ആശുപത്രിയിൽ 56 ഡയാലിസാണ് ഇവിടെ നടക്കുന്നത്. ഡയാലിസിസ് 56 എണ്ണമാണ് ഇവിടെ നടക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡയാലിസിസ് നടക്കുന്ന ആശുപത്രി കായംകുളം ആശുപത്രിയാണ്. ഇതിനകത്തിരിക്കുന്ന പലരും അവരുടെ ബന്ധുക്കളുണ്ട്. നമുക്കറിയാം, വളരെ വിഷമകരമായിരുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രൈവറ്റ് ആശുപത്രിയിൽ പോകണമെങ്കിൽ ഏകദേശം 2000-2500 രൂപ കൊടുക്കും. ഇവിടെ ഏകദേശം വരുന്ന ഒരു ഭൂരിപക്ഷം ആൾക്കാരെയും എൻ്റെ ബന്ധുക്കൾ വരുന്നുണ്ട്, എനിക്കറിയാവുന്നവരെ, എൻ്റെ മുന്നിലിരിക്കുന്ന പലരെയും എനിക്കറിയാം. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട് ഇവിടെ ഡയാലിസിസ് നടത്തുന്നത്. ഒരു കുടുംബത്തിൻ്റെ അത്താണിയായി വരുന്ന ഒരാൾക്ക് ഈ അസുഖം വന്നു കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ ആ കുടുംബം തകരുവാണ്. മാത്രവുമല്ല, ആ ഒരു ജീവൻ തിരിച്ച് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയില്ല. കാരണം ഡയാലിസിസ് ചെയ്ത് ഒരു പരിധി ആകുമ്പോൾ അവരെ പടച്ചവൻ വിളിക്കുക. അതിനകത്ത് ഒരുപാട് വിഷമമുള്ള കാര്യം. അങ്ങനെയുള്ളവരെ സഹായിക്കുക എന്ന് വെച്ചാൽ അള്ളാഹു തആല അതിന്റെ ദൈവം തമ്പുരാൻ അതിന്റെ ഗുണം തരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ വിനീഷ് ഡയാലിസിസ് രോഗിക്ക് ഓണപ്പുടവ സമ്മാനിച്ചു. ഡോക്ടർ വിനീഷ് PV, ഡോക്ടർ മുഹമ്മദ് ബഷീർ, ഡോക്ടർ ശ്രീപ്രസാദ് എന്നിവരെ നഗരസഭാ ചെയർമാൻ ആദരിച്ചു. വിവിധ മേഖലകളിൽ കാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഹുസൈൻ AHM, അബു ജനത, ഹാഷിം മമ്മന്തറയിൽ, സിറാജുദ്ദീൻ, ഷംസ് എന്നിവരെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കാബിൽ നിസാം, കൗൺസിലർ പ്രമീള ബാബുരാജ് എന്നിവർ ചേർന്ന് ആദരിച്ചു. കൗൺസിലർമാരായ സോളമൻ റൊസാരിയോ, ഷാനവാസ്, മിനി സലീം, അബ്ദുൽ ജലീൽ, ടീം ചാരിറ്റി പ്രവർത്തകരായ അബ്ദുൾ റഷീദ്, സുമയ്യ, ഷീജ റഷീദ്, സുബൈദ, ഷൈല ഷാജി, രാധാമണി അനിയൻ, ബഷീർ, മാരിയത്ത് ബീവി, റീന നാസർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.